അസ്സലാമു വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചണിലെ. ഇന്ന് നമ്മൾ കപ്പലണ്ടി വെച്ചിട്ട് ഒരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത്. സാധാരണ ഒരു കപ്പലണ്ടി മിഠായിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു മിഠായിയാണിത്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ഇൻഗ്രീഡിയൻസ് കുറവുള്ളതും പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണാം. വറുത്തെടുത്ത ഒരു കപ്പ് നിലക്കടലയാണിത്. ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഫൈനായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണിത്. ഇനി കുക്ക് ചെയ്യുന്ന പാനിലേക്ക് മാറ്റാം. 1/2 കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. 1 കപ്പ് നിലക്കടലയ്ക്ക് 1/2 കപ്പ് പഞ്ചസാര എന്ന അളവിലാണ് ഞാൻ എടുത്തത്. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഈ സമയം 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ വീഡിയോ സ്കിപ്പായി പോയതാണ്, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പാൽ ചേർക്കാൻ മറക്കരുത്. ഇടയ്ക്കിടെ കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ സമയം ലോ ഫ്ലെയിമിലായിരിക്കണം. ഞാനിവിടെ ടോട്ടൽ 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെയ്യോ ബട്ടറോ ഓയിലോ ഏതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യും ബട്ടറും ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കുമെന്ന് മാത്രം. പാനിൽ നിന്ന് വിട്ട് വരണം, അപ്പോഴാണ് ഇതിൻ്റെ പരുവം. ഇപ്പോൾ മിഠായി കുക്കായി വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ 15 മിനിറ്റാണ് വേണ്ടി വന്നത്. ഇനി ഒരു പ്ലേറ്റിൽ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് മാറ്റണം. ഒരു സ്പാച്ചില വെച്ച് പ്രസ് ചെയ്ത് ഒന്ന് നിരപ്പാക്കി കൊടുക്കാം. ഇനി നമ്മുടെ മിഠായി ഒന്ന് തണുത്ത് വരട്ടെ. പകുതി തണുത്തതിന് ശേഷം ഒരു കത്തി വെച്ച് വരയിട്ട് കൊടുക്കാം. തണുത്ത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നന്നായി ചൂടാറിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ മിഠായി ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കുറച്ച് പ്രായമായവർക്കാണെങ്കിലൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കപ്പലണ്ടി മിഠായി കടിച്ച് തിന്നാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു തവണയെങ്കിലും ഈ സ്വീറ്റ് ഇങ്ങനെയൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി ഞാൻ വരാം. അസ്സലാമു അലൈക്കും.